എത്തിയിട്ടുള്ളത് ഗുരുവായൂർ ഇവ സ്റ്റുഡിയോന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിലേക്കാണ്. മിസ്റ്റർ സന്ദീപ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും സന്ദീപ് സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. സാർ എങ്ങനെയാണ് ഇവ സ്റ്റുഡിയോനെ അപ്രോച്ച് ചെയ്യുന്നത്? കസിൻ ത്രൂ ആണ് ഇവ ഇൻറ്റീരിയലിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അവരുടെ 3D വർക്കും വളരെ മനോഹരമായിട്ട് നമുക്ക് വരച്ചു തന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതൊക്കെ. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡാനി നമ്മളെ വന്ന് മീറ്റ് ചെയ്യാറുണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തരും. ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് റൂം സൂപ്പറാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മൾ 3D വരച്ചതിനേക്കാളും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മുടെ വിശ്വാസം. പൊതുവേ നമ്മൾ വീടുകളിൽ കണ്ടിരിക്കുന്നത് എക്സ്ട്രാ ഒരു പ്രയർ റൂം കൊടുത്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രയർ യൂണിറ്റ് ചൂസ് ചെയ്തത്? നമുക്ക് പ്രയോറിറ്റി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്ലോസ്ഡ് കൺസെപ്റ്റ് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് തോന്നിയത് ഈ ഒരു ഡബിൾ ഹൈറ്റ് TV വാളാണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയത്? ഇവിടെ വന്നപ്പോൾ ഇവിടെ സാറിൻ്റെയും മേഡത്തിൻ്റെയും ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് ഈ ലിവിങ് ഏരിയ ഭംഗിയാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഡബിൾ ഹൈറ്റുള്ളൊരു വാളുണ്ട്. അപ്പോൾ നമുക്കത് TV സ്പേസ് ആയിട്ട് മാറ്റുകയും അത് തന്നെ ഒരു ഹൈലൈറ്റ് ആളായിട്ട് മാറ്റുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വുഡ് കളറിൽ കാണുന്നത് നമ്മൾ WPC ലൂവേഴ്സാണ്. പിന്നെ അതുപോലെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത് വാൾപേപ്പറാണ്. വാൾപേപ്പർ ആകുമ്പോൾ നമുക്ക് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്ലിയാണ് കമ്പാരിറ്റീവ്ലി. നമുക്ക് ചെറിയ കോസ്റ്റ് കൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ചെറിയൊരു സ്പേസിലാണ് സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വുഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്? സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു സ്റ്റെയർ കേസ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് കൂടി ഇല്ല. ഒരു ഹോളിൻ്റെ ഒരു പാർട്ടായി ചെറിയൊരു ഏരിയ അങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കൂടെ തന്നെയാണ് നമ്മുടെ പേഷ്യോലിക്കൽ എൻട്രൻസും. അതിൻ്റെ ഒരു കോർണറിലായിട്ട് തന്നെയാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കിച്ചണിലേക്ക് എൻട്രൻസും. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗാൽവനൈസ്ഡ് അയണിൻ്റെ സ്ട്രക്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്റ്റീൽ സ്ട്രക്ചർ. അതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ പലക വെച്ച് പാനൽ ചെയ്ത് പോളിഷ് ചെയ്തിട്ടെടുത്തത്. ഇതൊരു മോഡേൺ കണ്ടംപററി ട്രെൻഡിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഈ കളർ കോമ്പിനേഷൻസ് അതിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ മൊത്തം ഫോളോ ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ കണ്ടംപററി പാറ്റേൺ ആണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ടോണും വൈറ്റിൻ്റെ കളർ ടോൺസുമാണ്. പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കരാര ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോൾഡ് കളറിലുള്ള ഒരു വാൾ ടൈലും കാര്യങ്ങളാണ് കൊടുത്തത്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലൈഫ് ടൈം വാറൻറ്റി കിട്ടുന്ന WPC എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ആണ് ഇൻസൈഡ് കോർ മെറ്റീരിയൽ. വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പൺ കൺസെപ്റ്റാണ്. ഇത് മൊത്തത്തിലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൺ നമുക്കൊരു ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്സസറീസും ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. വർക്ക് ചെയ്യുമ്പോൾ തന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കാനായാലും പുറത്ത് വല്ലവരും വരുന്നിട്ടുണ്ടോ എന്ന് അറിയാനായാലും ഈ ഓപ്പൺ കൺസെപ്റ്റ് ആയിക്കാനും എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയത്.